ജന്മാദ്യസേതോന്നയാതിതരതച്ചാർത്തേഷ്വവിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തേ സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര തിതർഗോമുഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കുന്ന നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധം 23-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. സന്ദർഭം, ദിതി, അസുര മാതാവായിട്ടുള്ള ദിതി തൻ്റെ ഭർത്താവായിട്ടുള്ള കശ്യപനോട് സന്താന അഭ്യർത്ഥന സന്ധ്യാസമയത്ത് നടത്തുകയാണ്. സന്ധ്യാസമയത്ത് അത്തരം കാര്യങ്ങൾ ചെയ്യാനോ ചിന്തിക്കാനോ പാടില്ല. ഒരു കാര്യം സന്ധ്യയ്ക്ക് പാടില്ല, വിലക്കിയിട്ടുണ്ട് എല്ലാം. സന്ധ്യ സർവത്ര വർജയേൽ എന്നാണ്. ഈശ്വര കാര്യം ഒഴികെ അതാവാം. ബാക്കി ഒരു കാര്യവും സന്ധ്യയ്ക്ക് ചെയ്യരുത്. കുളിക്കരുത്, കുളിപ്പിക്കരുത്, പുറത്തേക്ക് സഞ്ചരിക്കരുത്, ഭക്ഷണം വയ്ക്കരുത്, കഴിക്കരുത്, പഠിക്കരുത്, പഠിപ്പിക്കരുത്, ഉറങ്ങരുത്. എന്തൊക്കെ ഒരു മനുഷ്യൻ ചെയ്യാനോ ഒന്നും സന്ധ്യയ്ക്ക് ചെയ്യാൻ പാടില്ല. സർവത്ര വർജയേത്, എല്ലാറ്റിന്നും വിട്ടു നിൽക്കുക. ഉറക്കവും പാടില്ല. ഈശ്വര കാര്യത്തിൽ മാത്രം മുഴുകേണ്ട ഒരു സമയമാണ് സന്ധ്യ. അങ്ങനെ ഒരു സമയം അത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും പറഞ്ഞിട്ടില്ല. ഒക്കെ വിട്ടു നിൽക്കുക. എല്ലാ കാര്യങ്ങളും ഭക്ഷണം വയ്ക്കുകയോ കൊടുക്കുകയോ കഴിക്കുകയോ ചെയ്യരുത്. അടക്കള പൂട്ടിയിടണം എന്നാണ്. 6 to 7 കഴിഞ്ഞിട്ട് വയ്ക്കാമല്ലോ. അതിന് മുമ്പേ ആവാം, കഴിഞ്ഞിട്ടാവാം, ഒക്കെ ആവാം. പക്ഷെ ആ ഒരു സമയം നമ്മൾ ഒന്നിലും ഏർപ്പെടാതെ. കുളിക്കുക പോലും ചെയ്യരുത്. കുളിക്കുക എപ്പോൾ ചെയ്യണം? അതിന് മുന്നേ കുളിക്കണം. 5:30 മണിയായി കുളിക്കുക, 6 മണിയാകുമ്പോൾ കുളി കഴിയണം. എന്തൊക്കെ കുളിക്കാനും പാടില്ല. ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ വേറെ പറയാമല്ലോ. അപ്പം അതുകൊണ്ട് ദിതി അശ്വമഹർഷി പറഞ്ഞു, ഏതസ്യാം സന്ധ്യായാം ഭഗവാൻ ഭൂതപാവന പരീതോ ഭൂതപർഷദ്ഭിർ വൃഷേണാടതി ഭൂതരാട്ട്. ഭൂതരാട്ടായിരിക്കുന്ന ശിവൻ, ഉഗ്രനാണ് ആൾ. ശിവൻ്റെ മുഹൂർത്തമാണ് സന്ധ്യ. അപ്പോൾ എവിടെയൊക്കെ നമശിവായ എന്ന് ചെല്ലുന്നുണ്ടോ സന്ധ്യയ്ക്ക്, ആ ദിവസം ഭഗവാൻ അവിടെ അനുഗ്രഹിച്ച് പോവും എന്നാണ്. എൻ്റെ നാമം ചെല്ലണം ഇവിടെ നന്നായി വരട്ടെ. എവിടെ അത് ചെയ്യുന്നില്ലയോ അവിടം ശപിക്കും. സന്ധ്യയ്ക്ക് ഒരു നമശിവായും കൂടി ചെല്ലാൻ പറ്റാത്ത ഇവർക്ക് എങ്ങനെ നന്നാവാനാ എന്ന് പറഞ്ഞ് ഭഗവാൻ മുഷിഞ്ഞാൽ അത് തന്നെയാണല്ലോ ശാപം. അതുകൊണ്ട് ഒരു കാരണവശാലും നമശിവായ സന്ധ്യയ്ക്ക് ചെല്ലാതെ ഇരിക്കരുത്. ഭൂതരാട്ട് ശ്രീരുദ്രൻ തൻ്റെ ഭൂതഗണങ്ങളാൽ എല്ലാ വീടും സന്ദർശിക്കും എന്നാണ്. എവിടെയൊക്കെ നമശിവായ നാമമുണ്ടോ അവിടെ എല്ലാം അനുഗ്രഹം ചൊരിയും. അദ്ദേഹത്തിന് സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ്. ഒരൊറ്റ നമശിവായ മതി. ഒരു നമശിവായ ഒരു കൂളത്തിൻ്റെയോ കൊണ്ട് സന്തോഷിക്കുന്ന ആളാണ് ശിവൻ. വിഷ്ണു അങ്ങനെയൊന്നും പ്രസാദിക്കില്ല. എത്ര കാലം ഭജിക്കണം അറിയോ? വിഷ്ണു വേഗം പ്രസാദിക്കണ പോലെയല്ല. ശിവൻ, ഗണപതി, അയ്യപ്പൻ ഇവരൊക്കെ ക്ഷിപ്രപ്രസാദികളാണ്. അതേപോലെ ക്ഷിപ്രകോപം ഉണ്ടാവും എന്ന് ഓർക്കണം. ഒരു വശം ഉണ്ടെങ്കിൽ മറ്റേ വശം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് എവിടെ ശിവനെ സന്ധ്യയ്ക്ക് സ്മരിക്കുന്നില്ലയോ അവിടം ശിവൻ്റെ ശാപം തീർച്ചയായിട്ടും ഉണ്ടാവും. ശ്രേയസ് ഉണ്ടാവില്ല എന്നർത്ഥം. അതുകൊണ്ട് ദിതി മുഹൂർത്തം പ്രതിപാലയ, ഒരു ലേശം കഴിയട്ടെ. സന്ധ്യാമുഹൂർത്തം കഴിഞ്ഞതിന് ശേഷം നമുക്കതിനെപ്പറ്റി ചിന്തിക്കാമെന്ന് പറഞ്ഞു. ഇനി ശിവനെ ഒന്നങ്ങനെ വർണ്ണിക്കുകയാണ് 24-ാമത്തെ ശ്ലോകം. മശാന ചക്രാനിലധൂളിധൂമ്ര ബഹിർണ വിദ്യോത ജടാകലാപാം ഭസ്മാവകുണ്ഡാമലരുക്മദേഹോ ദേവർസ്ത്രിഭി പശ്യതി ദേവരസ്തേ. ശിവൻ്റെ ഗതികളൊക്കെ ഒരു പ്രത്യേക വിധത്തിലാണ്. വേറെ മനുഷ്യരോ ദേവന്മാരോ ചെയ്യാത്ത വിധമാണ് അദ്ദേഹം ചെയ്യുക. ഇതിനൊക്കെ ഓരോ തത്വങ്ങളും ഉണ്ട്. അതുകൊണ്ടാണത് ചെയ്യണത് എന്നാണ്. ശ്മശാനത്തിൽ ഉള്ളതായ ഭസ്മം ശരീരത്തിൽ അണിയുക സാധാരണ നിലയ്ക്ക് ആരെങ്കിലും ചെയ്യുമോ? അതൊക്കെ
ഇതെന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യണത്? ശിവൻ ഭ്രാന്തനായിട്ടാണോ? ഒരിക്കലും അല്ല. നമുക്കറിയാം, ഈ ശരീരം ഒരു ദിവസം ഇങ്ങനെ ഭസ്മമായി പോകുന്നതാണ് മനുഷ്യ. ഇതിൽ നീ വല്ലാതെ ആസ്ഥ വെക്കണ്ട. ശരീരം നോക്കണ്ടെന്നും പറയാൻ അർത്ഥമില്ല കേട്ടോ. ഒക്കെ പറയുന്നുണ്ട്, നോക്കണ്ടെന്നൊന്നും പറയണില്ല. വ്യായാമം, മരുന്ന്, ഭക്ഷണ നിയന്ത്രണം, അത് കൂടെയൊക്കെ നമ്മുടെ ശരീരത്തെ നമ്മൾ സംരക്ഷിക്കണം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് ശാശ്വതമല്ല. ഇത് എത്ര സംരക്ഷിച്ചാലും കേടുവരെയുള്ളൂ. ആരെങ്കിലും ഇന്നുവരെ 10 വയസ്സ് കുറഞ്ഞ് കണ്ടിട്ടുണ്ടോ? കൂടല്ലാതെ. തുടങ്ങിക്കഴിഞ്ഞാൽ വയസ്സ് കൂടുക എന്നല്ലാതെ ഒരിക്കലും കുറയാൻ പോണില്ല. വയസ്സ് കൂടുന്തോറുമോ അതിൻ്റെ ലക്ഷണങ്ങളും കാണിക്കും ഇല്ലേ? തല നരയ്ക്കുക, ബാക്കി രോഗങ്ങളുണ്ടാവുക. ഇതിന് പുറകോട്ടൊരാൾ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, സ്ഥിരമായിട്ടും ഉണ്ടായിട്ടില്ല. ദേവന്മാർ മാത്രമേ ഉള്ളൂ എന്ന് 25 വയസ്സ്. അതുകൊണ്ടാണ് അവർ തിദശന്മാർ. ബാക്കി ആരും ശരീരത്തിന് ആ പരിണാമത്തിന് അതീതരല്ല. അതുകൊണ്ട് ഇതിലധികം ആസ്ഥ വയ്ക്കണ്ട. ഇത് ശാശ്വതമാണെന്ന് വിചാരിക്കേണ്ട. ഒരു ദിവസം തലയുടെ മുകളിൽ നിലവിളക്ക് കൊളുത്തി വെച്ച് കിടക്കേണ്ടവരാണ് നമ്മളൊക്കെ. അത് എപ്പോഴും ഓർമ്മയുണ്ടാവണം. അത് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് പരമേശ്വരൻ. അല്ലാണ്ട് എന്തെങ്കിലും കാണിച്ച് നടക്കില്ല. മശാന ചക്ര അനില ധൂളി ധൂമ്ര വികീർണ വിദ്യോത ജടാകലാപ. മശാനത്തിലത്തെ ആ പറക്കുണ കാറ്റിനാൽ തൻ്റെ തലമുടി ഇങ്ങനെ പറത്തിക്കൊണ്ട് ഭസ്മ അണിഞ്ഞിട്ടും ഭസ്മാവകുണ്ട മലരുക്മദേഹോ, ചുടല ഭസ്മം ശരീരത്തിൽ വ്യാപിച്ചിട്ട് നിർമ്മലമായ ശരീരത്തോടുകൂടി. ചുടല ഭസ്മം സാധാരണ അശുദ്ധല്ലേ? അപ്പം അത് ശരീരത്തിലണിഞ്ഞാൽ എങ്ങനെ നിർമ്മലാവുക? അതാണ് ഭഗവാൻ. എന്ത് കാണിച്ചാലും അദ്ദേഹം നിർമ്മലനാണ്. ഭഗവാൻ അശുദ്ധിയില്ല. ശിവന് പ്രത്യേകിച്ചും അശുദ്ധി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല എന്നാണ്. അതിനെ അശുദ്ധാക്കാനൊട്ട് പറ്റൂല. അത്രയും അഗ്നി അശുദ്ധാക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അഗ്നി അതുപോലെ ഒരിക്കലും മാലിന്യമില്ലാത്തവനാണ് ഭഗവാൻ, നിർമ്മലനാണ്. അതാണ് ഇവിടെ അമലരുക്മദേഹോ. അങ്ങനെ ദേവസ്ത്രീകളോട് കൂടിയിട്ട് ദേവത്രിഭി പശ്യതി ദേവരസ്തേ. ദേവരാ, നിൻ്റെ സഹോദരിയുടെ ഭർത്താവായ വിതുരൻ്റെ സഹോദരിയുടെ ഭർത്താവാണ് ഈ ദേവൻ. അത് അതിഥിയുടെ സതിയുടെ ഭർത്താവാണല്ലോ. ഇതൊക്കെ പറഞ്ഞ് പരമേശ്വരൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുകയാണ്. സ്വർണം പോലെ തിളങ്ങുന്ന ശരീരത്തോട് കൂടിയിട്ടുള്ളതായിട്ടുള്ളവൻ നിൻ്റെ സഹോദരിയായ സതീദേവി. ഒരു തരത്തിൽ വിതുരൻ്റെ സഹോദരിയായിട്ട് വരും സതീദേവി എന്നാണ്. ആർക്കും ആ ഭഗവാനെ മറയ്ക്കാനോ കണ്ണു വെട്ടിക്കാനോ സാധിക്കില്ല. നയസ്യ ലോകേ സ്വജനപരോ വാനാത്യാദൃതോ നോത കശ്ചിത് വിഗർഹ്യ വയം ഹൃദയച്ചരണോപവിദ്ധ ആശാസ്മഹേജാം ബതഭുക്തഭോഗാം. ലോകത്തിൽ യസ്യ ഏതൊരുവന് സ്വജനപരോ വാ, സ്വജനങ്ങളോ അല്ലെങ്കിൽ സ്വജനങ്ങളല്ലാത്തവരെന്ന ഭാവമോ ഇല്ല. അത്യാദൃത വളരെ ആദരിക്കപ്പെടുന്നവനോ വിഗ്രഹിക്കപ്പെടുന്നവനോ നിന്ദിക്കപ്പെടുന്നവനോ എന്നും ഇല്ല. നാത്യാദൃതോ നോത കശ്ചിത് വിഗർഹ്യ. ആരും ഭഗവാന് ബഹുമാന്യനായിട്ടുമില്ല, ബഹുമാന്യനല്ലാത്തതായിട്ടും ഇല്ല. എല്ലാവരും സമഭാവനയാണ്. തൻ്റെ ആളുകളല്ലാത്തവരെ പരജനം അങ്ങനെയും ഭഗവാന് ഇല്ല. അപ്പം തെറ്റാര് ചെയ്തോ അവരെ ശിക്ഷിക്കും, നല്ലതാര് ചെയ്തോ അവർ അസുരായാലും അനുഗ്രഹിക്കും. എത്ര അസുരന്മാർക്ക് ശിവൻ വരം കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ ശിവായ ചോദിച്ചാൽ മതി, അപ്പോൾ ശിവൻ്റെ ദേഷ്യം തീരും. എന്താ വേണ്ടച്ചാൽ കൊടുക്കും. അത്ര കാരുണികനാണ്. അത് അസുരനാണോ ദേവനാണോ എന്നൊന്നും നോക്കാറില്ല എന്നർത്ഥം. വയം ചരണാപവിദ്ധാം ആശാസ്മഹേജാം ബതഭുക്ത ഭോഗാം. ഏതൊരുത്തൻ്റെ പാദത്താൽ തള്ളിക്കളയപ്പെട്ടവരും ഭുജിക്കപ്പെട്ട ഭോഗത്തോടു കൂടിയവരും ആയിരിക്കുന്ന മായയെ. ഏതൊരാളാണോ മായയെ തിരസ്കരിച്ചിരിക്കുന്നത്, അടുത്ത് വരില്ല മായ, അങ്ങനെ ഇരിക്കുന്നത്, അങ്ങനെയുള്ള
ആ ഭഗവാനെ വ്രതങ്ങളെ കൊണ്ട് എത്ര ആളുകൾ പ്രാർത്ഥിക്കുന്നു. തിങ്കളാഴ്ച വ്രതവും ആ വ്രതവും ഈ വ്രതമൊക്കെ എടുത്തിട്ട് ശിവനെ ഭരിച്ച് എത്ര ആളുകളാണ് കുറച്ച് അനുഗ്രഹമോ നോട്ടമോ കിട്ടാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് വർണ്ണിക്കുകയാണ് മൈത്രേയർ. നയസ്യ ലോകേ സ്വജനപരോവ, സ്വജനം ശത്രു എന്ന വ്യത്യാസം ഇല്ലാത്തവനും നാത്യാദൃതോനോത കശ്ചിത് വികരയ്ക്ക് ആദരിക്കപ്പെടാത്തവൻ, ശിവനാൽ ആദരിക്കപ്പെടുന്നവൻ ആദരിക്കപ്പെടാത്തവൻ എന്ന രണ്ട് വിഭാഗമൊന്നുമില്ല. ശിവൻ എല്ലാവരും തുല്യരാണെന്നർത്ഥം. എത്ര ആൾക്കാർ വ്രതങ്ങളെ കൊണ്ട് ആ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു. വയം വ്രതേർ യച്ചരണോപവിദ്ധാമാശാസ്മഹേജാം ബദഭുക്തഭോഗാം. എന്നിട്ട് എത്ര സുഖങ്ങൾ അനുഭവിക്കുന്നു ഭഗവത് അനുഗ്രഹം ലഭിച്ചിട്ട്. ആ ശിവൻ്റെ മുഹൂർത്തമാണ് സന്ധ്യ. പറഞ്ഞു കൊടുക്കുകയാണ്, വിസ്തരിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. യസ്യാനവദ്യാചരിതം മനീഷിണോ ഗുണം ദവിദ്യാപടലം ബിഭിത്സവ നിരത്ത സാമ്യാതിശയോഭിയത് സ്വയം പിശാചര്യാം അചരത് ഗതി സദാം. പറയണം, അവിദ്യാപടലം ബിഭിത്സവ. അവിദ്യയും മായയും അജ്ഞാനവും കളയാൻ ആഗ്രഹിക്കുന്ന സജ്ജനങ്ങൾ. ജനങ്ങളാണല്ലോ അവിദ്യയിൽ കിടന്ന് മുഴുകണ്ടെന്ന് വിചാരിക്കുക. അല്ലാത്തവർക്ക് അതിൻ്റെ വിഷമം അറിയില്ല, എന്താണ് ഈ അവിദ്യ എന്ന് തന്നെ അറിയില്ല, പിന്നെന്താ അപ്പോൾ. അങ്ങനത്തെവരല്ല സജ്ജനങ്ങൾ. ഏതൊരാൾ അവിദ്യയെ തള്ളാൻ ആഗ്രഹിക്കുന്നുവോ, മനീഷിണ വിദ്വാൻമാർ, യസ്യ യാതൊരുവൻ്റെ അനവദ്യാചരിതം നല്ല ചരിതത്തെ, അനവദ്യാചരിതം മഹത്തേറിയ ചരിതത്തെ, കർമ്മത്തെ ഗൃണന്തി കീർത്തിക്കുന്നു. ശിവചരിതം അല്ലേ, ശങ്കരസ്യ ചരിതാകഥാരസം, ശിവൻ്റെ കഥകൾ പാടുന്നു. നിരസ്തസാമ്യാതിശയ, എന്നിട്ടോ എല്ലാ ദുഃഖങ്ങളും അതിക്രമിക്കുന്നു. സദാംഗതി, സത്തുക്കളുടെ പ്രാപ്യസ്ഥാനമായിരിക്കുന്ന ഭഗവാൻ തൻ്റെ ഇച്ഛ നിമിത്തം പിശാചര്യാമചരത്, പിശാചര്യയെ അനുസരിച്ചിരിക്കുന്നു. ഭഗവാന്റെ യഥാർത്ഥ രൂപമൊന്നുമല്ല ഈ പിശാചര്യ, ശുദ്ധ സാത്വിക സ്വരൂപമാണ്. അത് പിശാചാവാൻ വഴിയില്ലല്ലോ. പക്ഷേ തനിക്കങ്ങനെ ഒരു ഇച്ഛ. എല്ലാവരും ഒരുപോലെയായാൽ പിന്നെ ഒന്നിനും അർത്ഥം ഉണ്ടാവില്ല. അപ്പോൾ ഓരോന്നും ഓരോ വിധത്തിലായിക്കോട്ടെ, ഞാനിപ്പോൾ എങ്ങനെയാണ് ഭാവം എന്ന നിലയ്ക്ക് അല്ലേ, വിഷ്ണു സർവാലങ്കാരഭൂഷിതനായി ഭംഗിയായി മഞ്ഞപ്പട്ടുടുത്ത രത്നോമലങ്കാരവും പട്ടും മേൽ വസ്ത്രമൊക്കെ ധരിച്ച് നല്ല താമരമാല, അങ്ങനെയാണ് വിഷ്ണുവിൻ്റെ ഭാവം. ബ്രഹ്മാവ് 4 തലയും ഒക്കെ എടുത്തിട്ട് തപസ് ചെയ്യണതാണ് അവിടുത്തെ ഭാവം. ഇത് രണ്ടുമല്ല. എന്നാൽ ശിവൻ ഇങ്ങനെയാവട്ടെ എന്ന് വെച്ചു, അത്രയേ ഉള്ളൂ. അതിന് പ്രത്യേക കാരണമുണ്ടോ വെച്ചാൽ അതൊന്നും നമുക്ക് പറയാൻ അറിയില്ല. എന്തായാലും തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണത്, അല്ലാണ്ട് അങ്ങനെ ആയിത്തീർന്നതൊന്നുമല്ല, ആരും ആക്കിയതും അല്ല. സ്വയം ഇച്ഛ, തൻ്റെ ഇച്ഛയില്ലാണ്ട് ഭഗവാൻ വേറൊരു ഇച്ഛയ്ക്ക് വശംവദാവേണ്ട ആവശ്യമുണ്ടോ? സർവശക്തനാണ്. അതാണ് സ്വേച്ഛ പിശാചര്യാം. തൻ്റെ ഇഷ്ടത്തിന് പിശാചര്യ ആയിക്കോട്ടെ എന്ന് വെച്ചു. എന്തോ അങ്ങനെ വിചാരിച്ചു. ഏതിൻ്റെ എല്ലാറ്റിൻ്റെ കാരണം അപ്പം നമുക്കറിയൂ. നമുക്കൊക്കെ അറിയുമെന്ന് വിചാരിക്കുന്നതല്ലേ വിഡിത്തം. അറിയില്ല എന്തുകൊണ്ടാണ്. ഒന്നിതാ ഇങ്ങനെയൊക്കെയാണ് ലോകം, ഈ ശരീരത്തിൻ്റെ നശ്വരത അത് കാണിച്ചു കൊടുക്കാനാണ് എന്ന് ചിലർ പറയണു. അറിവുള്ളവർ പറയണു, അസ്ഥിമാലയാവണതാണ് നീയെ ഒരു ദിവസം അസ്ഥിമാല ധരിക്കണു എന്നാണെന്ന് ചിലർ പറയണു. അത്രയേ ഉള്ളൂ. നമുക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ. യസ്യാനവദ്യാചരിതം മനീഷിണോ, ഏതൊരാളുടെ ശുദ്ധമായ കഥ ചരിതം ബുദ്ധിമാന്മാരും മറ്റും പാടിയിട്ടും പറഞ്ഞിട്ടും അവിദ്യയെ കളയുന്നു. ഗൃണന്തി അവിദ്യാപടലം, അവിദ്യാപടലത്തെ അതായത് കളയുന്നു. ബിഭിത്സവ നിരസ്തസാമ്യാതിശയോപിയത് സ്വയം, മായയെ തിരസ്കരിക്കുന്നു. അങ്ങനത്തെ ഭഗവാൻ പിശാചര്യാമചരത് ഗതി സദാം, പിശാചര്യയെ അനുസരിച്ചിരിക്കുന്നു. എന്തിനാവോ? അസന്ധി യസ്യാചരിതം ഹി ദുർഭഗാ സ്വാത്മന്യതത്യാഭിതുഷത്സമീഹിതം ഏർ വസ്ത്രമാല്യാഭരണാനുലേപനൈ ശോഭോചനം സ്വാത്മതയോപലാളിതം. ഇക തത്വം കാണിക്കണു. ഏതൊരുത്തരാൽ ശോഭോചനം, ശ്വാക്കളുടെ ഭക്ഷണമായ ശരീരം, പ്രാണൻ പോയി മണ്ണ് കുഴിച്ചിട്ട് ആ ജീവികൾ തിന്നണതാണ് നമ്മുടെ ശരീരം. തിലകം ചാർത്തിയിട്ടും കുളിച്ചിട്ടും അല്ലെ ഔഷധങ്ങളെ കൊണ്ട് നല്ലത് വരുത്തിയിട്ടും പോഷിപ്പിച്ചിട്ടും സുഗന്ധതൈലങ്ങൾ തേച്ചതുമായ ഈ ശരീരം, കുളിക്കാത്തവർ തുടരുത് എന്നും കൂടി നമ്മൾ പറയുന്ന അഭിമാനിക്കുന്ന ഈ ശരീരം ഒരു ദിവസം ശ്വാക്കൾ കടിച്ച് തിന്ന് ഭക്ഷണമായി തീരുന്നു. ശുഭോജനം, ശോഭന ശ്വാവ്, സ്വാത്മതയ ആത്മാഭിമാനത്താൽ വസ്ത്രമാല്യ
അങ്ങനത്തെ ശരീരമാണത്. ഒരു ദിവസം അവർ ഭക്ഷിക്കണതാ. കൃമികൾ തിന്ന് കാഷ്ടമായി പോകിലും, പക്ഷികൾ ഭക്ഷിച്ചു കാഷ്ടമായി പോകിലും ഇല്ലേ. ആ ശരീരത്തെ വസ്ത്രമാല്യാഭരണാനുലേപനൈ. ഏത് വസ്ത്ര ഇന്നിപ്പോൾ വേണ്ടത് അല്ലേ? ഏത് സാരി വേണം, ഏത് വസ്ത്രം വേണം, ഏത് ഷർട്ട് വേണം എന്ന് ചിന്തിച്ച് കേമായിട്ടുള്ള മാല ലേപനങ്ങളെ കുറിക്കൂട്ട ഇതുകൊണ്ട് അലങ്കരിക്കണു. അതിനുള്ള യോഗ്യത ഈ ശരീരത്തിനില്ല എന്ന് കാണിച്ച് തരികയാണ് ശിവൻ. എന്തെങ്കിലുമൊക്കെ ശരീരത്തിൽ അണിഞ്ഞ് നടക്കുക. നിങ്ങൾ അലങ്കരിക്കണ പോലെ അലങ്കരിക്കാൻ മാത്രമുള്ള കേമത്തൊന്നും ഈ ശരീരത്തിന് ഇല്ല എന്ന് കാണിക്കുന്നതാവാം. വസ്ത്രമാല്യാഭരണാനുലേപനൈ. എങ്ങനത്തെ ആ ശുഭോജനം നായ തിന്നു പോണ ഈ ശരീരത്തെ ഉപലാളിക്കപ്പെടുന്നുവോ? ദുർഭഗ, ആ ശരീരം ശാശ്വതമാണ് എന്ന് വിചാരിക്കുന്ന പാപികൾ. ശരീരത്തെ നോക്കണ്ടെന്ന് ഇവിടെ പറഞ്ഞില്ല, അത് സ്ഥിരമാണെന്ന് വിചാരിക്കരുത്. അത് ഓർമ്മ വേണം എന്നേ പറഞ്ഞുള്ളൂ. നോക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, ശരീരം ഇല്ലോടത്തോളം കാലം നോക്കാണ്ടിരിക്കാൻ പറ്റും. പക്ഷെ അത് ശാശ്വതമാണെന്ന് വിചാരിക്കണ്ട. എന്താ ചുരുക്കച്ച ഇതിന്നൊന്ന് രക്ഷപ്പെടണം എന്നങ്ങോട്ട് വിചാരിക്കുക, അത്രയേ ഉള്ളൂ. ഇതുകൊണ്ട് നമുക്ക് സുഖം കിട്ടുമെന്ന് സ്വപ്നത്തിൽ വിചാരിക്കേണ്ട. ആത്മീയം കൊണ്ട് നമുക്ക് നേടേണ്ട ഒരൊറ്റ അറിവ് എന്താ അറിവ്? ഈ ശരീരത്തിൽ നിന്ന് രക്ഷപ്പെടണം, എന്നാലേ സുഖം ഉണ്ടാവുള്ളൂ എന്ന അറിവാണ് ആത്മീയം കൊണ്ട് നേടേണ്ടത്. വേറൊന്നുമല്ല. എത്ര ആൾക്ക് ബോധ്യമുണ്ടാവും? 6 മാസം കഴിഞ്ഞാൽ നല്ല കാലമാണെന്ന് പറഞ്ഞിട്ടുണ്ട് വൈദ്യർ. മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം കുറച്ച് സുഖമായിട്ട് ജീവിക്കാൻ, മകൾക്ക് കുട്ടികളുണ്ടായിട്ട് വേണം കണ്ടു മരിക്കാൻ, ഒരു വീടുണ്ടായിട്ട് വേണം ഈ വാടക വീടിൻ്റെ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇങ്ങനെ സ്വപ്നം കാണുകയാണ് നമ്മളെ. എന്തുകൊണ്ടാണ് സുഖം ഉണ്ടാവുക? വീടായി നോക്കണ്ടേ, ടാക്സ് അടയ്ക്കാനും ഇല്ലേ? പണ്ടൊക്കെ എത്ര കുറച്ചുണ്ടായിരുന്നു, ഇപ്പം 3000-4000 റുപ്യൊക്കെ ടാക്സ് ബില്ല് വരുമ്പോഴാണ് വീടേ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുക. പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള കാശ് ചിലവാക്കിയാൽ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുകയില്ല. 10 ദിവസം കൊണ്ടുള്ളത് അവർ എങ്ങനെയായാലും 20 ദിവസം എത്തിക്കും. അപ്പം തോന്നുന്നു സ്വന്തം വീടില്ലാത്തവരപ്പോൾ ഇല്ലേ? ഇതൊരു കാര്യം പറഞ്ഞു എന്നാൽ എല്ലാതും നമുക്ക് കൂടുതൽ അനർത്ഥമായിട്ട് തീരണ ഒരു അനുഭവമാണ് ഈ ജീവിതത്തിലുള്ളത്. ഇല്ലേ? വിവാഹം കഴിഞ്ഞ സുഖം ഉണ്ടാവും വിചാരിച്ചിട്ടല്ലേ ആരെങ്കിലും ദുഃഖിക്കാനാ കല്യാണം കഴിക്കണം? പക്ഷേ ആർക്കാ സുഖം കിട്ടിയിരിക്കണം? കഴിഞ്ഞവരോട് ചോദിച്ചു നോക്കണം, വേണ്ടേ? ഒന്നും കൂടി കഴിക്കണോ ചോദിച്ചോ, കയ്യോ ഒന്നുകൊണ്ട് തന്നെ മതിയായി കിട്ടുമെന്ന് അപ്പം പറയും. മതിയായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സുഖമായിട്ടില്ല. അപ്പോൾ ഒരിക്കലും ഇതുകൊണ്ട് സുഖം കിട്ടില്ല. ഇന്നല്ല, നാളെയല്ല, മറ്റന്നാളല്ല, എന്തുണ്ടായാലും എന്തില്ലാണ്ടായാലും ഇതുകൊണ്ട് സുഖിക്കാമെന്ന് കരുതണ്ട, കിട്ടില്ല. അപ്പോൾ എന്ത് വേണം? ഇതിന്ന് ശാശ്വതമായിട്ട് രക്ഷപ്പെടണം. ഈ ഒരു ബോധ്യം ആത്മീയത്തിന് നമ്മൾ നേടിയിട്ടില്ലെങ്കിലും വായിച്ചതും പറഞ്ഞതൊക്കെ വെറുതെ, ഒരു കാര്യമില്ല. അപ്പോൾ ആ ഒരു ബോധ്യം മറ്റുള്ളവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി തൻ്റെ ശരീരത്തിൻ്റെ നശ്വരതയെ ഭഗവാൻ തന്നെ കാണിച്ചു തരുന്നു എന്ന് വേണം വിചാരിക്കാൻ. സ്വാത്മൻ്റെ തസ്യ, ആത്മാവിൽ ആനന്ദിച്ചു കൊണ്ടിരിക്കുക. നശിക്കാത്തത് എന്തേ ഉള്ളൂ? ആത്മാവ് മാത്രമേ ഉള്ളൂ. അതാണ് ആത്മജ്ഞാനം. സ്വാത്മൻ്റെ തസ്യ, തൻ്റെ ശരീരത്തിൽ ഒട്ടും രമിക്കുന്നില്ല, ആത്മാവിലാണ് രമിക്കുന്നത്. ആത്മാരാമനാണ് ഭഗവാൻ. അങ്ങനെ സഞ്ചരിക്കുന്ന മഹാത്മാവാണ് പരമേശ്വരൻ. യസ്യ, ഏതൊരു ഭഗവാന്റെ സമീഹിതം അഭിപ്രായത്തെ അവിദുഷ, അറിയാത്തവരായിട്ട് ആചരിതം, ആചാരത്തെക്കുറിച്ച് പരിഹസിക്കുന്നു. അസന്ധി, സന്ധ്യയ്ക്ക് ആചരിക്കുക, സന്ധ്യയ്ക്ക് ധർമ്മം ആചരിക്കുക, സന്ധ്യാധർമ്മം ആചരിക്കുക മുതലായിട്ടുള്ളത് ചെയ്യാതെ, ഇതൊക്കെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കുക, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് സജ്ജന അഭിപ്രായത്തെ സമീഹിതം, പഴയ ആൾക്കാർ പറഞ്ഞതിനെ ആവശ്യമില്ലാതെ പരിഹസിച്ച് തള്ളുന്നു. ആര്? അറിവില്ലാത്ത മൂഢന്മാർ. അറിവുള്ളവർ അതിനെ പ്രമാണമായി വിചാരിച്ച് ആചരിക്കുന്നു, ശ്രേയസ് നേടുകയും ചെയ്യുന്നു. എന്താ ശ്രേയസ്? ശരീരം നശ്വരാണെന്നുള്ള അറിവ്, ഇതുകൊണ്ട് സുഖിക്കാൻ പറ്റില്ല എന്ന അറിവ്. അത് കുറച്ച് ആൾക്കാരൊക്കെ കിട്ടുള്ളൂ. കിട്ടിയവർ രക്ഷപ്പെട്ടു. പിന്നെ ഉത്കടമായിട്ടൊരാഗ്രഹം നമുക്കുണ്ടായാൽ സാധിക്കും എന്നാണ്. ധർമ്മത്തിന് വിരോധമല്ലാത്തതാവണം. ശരീരം എനിക്കിനി വേണ്ട, നടക്കും, വിചാരിച്ചാൽ നടക്കും.
ഒരു സംശയം ഇക്കാര്യത്തിൽ വേണ്ട. പക്ഷെ ആദ്യം വേണ്ടത് എന്താ? ആഗ്രഹമാണ്. ഇഫ് ദെയർ ഈസ് എ വിൽ ദെയർ ഈസ് എ വിൽ എന്നല്ലെങ്കിൽ പിന്നെ എങ്ങനെ വഴി ഉണ്ടാവുക? ആദ്യം മനസ്സിലാക്കൂ, ഇത് ദുഃഖകരമാണ്. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, അത് കഴിഞ്ഞാൽ മറ്റൊന്ന്, ദുഃഖമേ ഉണ്ടാവുള്ളൂ. കല്യാണം കഴിഞ്ഞാലും കഴിയാഞ്ഞാലും കുട്ടികളുണ്ടായാലും കുട്ടികളില്ലെങ്കിലും ഏതും ചിന്തിക്കേണ്ട സന്തോഷത്തിന്. അപ്പോൾ ഇതിന്ന് ശാശ്വതമായിട്ട് രക്ഷ വേണം മനുഷ്യന്. അത് ഭാരതത്തിൽ ജനിച്ചവർക്കേ ഉള്ളൂ. ഇതൊക്കെ ഈ ചിന്തയൊക്കെ ഭാരതത്തിൽ ജനിച്ചവർക്കേ ഉള്ളൂ. അതാ ഭാരതത്തിലത്തെ ജന്മം തന്നെ ശ്രേഷ്ഠം എന്ന് പറയാൻ അങ്ങനെ വേറെയുള്ളവർക്കുണ്ടോ അങ്ങനത്തെ ചിന്ത? അപ്പം അതുകൊണ്ട് ആ വക തത്വങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്ത് പിശാചചര്യ അനുഷ്ഠിച്ച ആത്മാരാമനായ ഭഗവാൻ ഒരിക്കൽ ജീവികൾ ഭക്ഷിച്ചു പോണതാണ് ഈ ശരീരം, ഇതിൽ വലിയ അവസ്ഥ നീ വെക്കണ്ട എന്ന് വസ്ത്രമാല്യാലികളെ കൊണ്ട് അലങ്കരിക്കുന്നവർക്കൊരു താക്കീത് കൊടുത്തിട്ടാണ് ദിതി ഭഗവാൻ സന്ധ്യയ്ക്ക് സഞ്ചരിക്കുന്നത്. ബ്രഹ്മാദയോ യത്കൃതസേതുപാലായത് കാരണം വിശ്വമിദം ച മായ ആജ്ഞാകരീ തസ്യ പിശാചചര്യ അഹോ വിഭൂമ്ന ചരിതം വിഡംബനം. ബ്രഹ്മാദിദേവന്മാർ യത്കൃതസേതുപാല, ഏതൊരുവൻ നിശ്ചയിച്ച മര്യാദയെ പാലിക്കുന്നു. എല്ലാ മര്യാദകളും ധർമ്മങ്ങളും ആദ്യം നിശ്ചയിച്ച ഈശ്വരനാവും, പിന്നെ അത് മനുഷ്യരിൽ കൂടെ നിലനിൽക്കണമെന്നേ ഉള്ളൂ. ഭാഗവതം എവിടെ നിന്നുണ്ടായി? നാരായണനിൽ നിന്ന്. നാരായണനാണ് ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ധർമ്മത്തിൻ്റെ തുടക്കം എവിടുന്നാ ചോദിച്ചാൽ ഭഗവാനിൽ നിന്നാണ്. അപ്പോൾ ഭഗവാനിൽ നിന്ന് പുറപ്പെട്ടു വന്നതായിട്ടുള്ള ഈ ധർമ്മസംഹിത യത്കൃത സേതുപാല, പാലിക്കുന്നവരായിട്ട് ബ്രഹ്മാദികളൊക്കെയും അത് പാലിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളവർക്ക് പറയാനുണ്ടോ? അവരും ധർമ്മത്തെ പേടിക്കുന്നു. ധർമ്മധ്വംസനം അല്ലെങ്കിൽ ധർമ്മവിധ്വംസനം വരുമോ, ധർമ്മലംഘനം വരുമോ എന്ന പേടി ബ്രഹ്മാദി ജ്ഞാനികൾക്ക് ഈശ്വരന്മാർക്ക് അടക്കമുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം അത് അനുഷ്ഠിക്കണം? ഇതം വിശ്വം, ഈ ലോകം, യത് കാരണം, ഏതൊരുവനാകുന്ന കാരണത്തോടു കൂടിയവനാകുന്നുവോ ആ മായ ഈശ്വരി, മായ എന്ന് പറഞ്ഞാൽ ഈശ്വരി മായ, ആജ്ഞാകരി, ആജ്ഞയെ നടത്തുന്നവൾ, വിഭൂപ്ന, ഏറ്റവും മനോഹരമായ ദേവൻ്റെ പിശാചചര്യ, പിശാച സമ്പ്രദായം, ആശ്ചര്യം, വല്ലാത്തൊരു അത്ഭുതം എന്ന് പറയാണ് ഇവിടെ. എന്തിനാ ഇപ്പോൾ ഭഗവാൻ ഈ പിശാചചര്യ അനുഷ്ഠിച്ചിട്ട് ധർമ്മം നിലനിർത്തണ? കൈമലത്തല്ലാണ്ട് നിർത്തിയില്ല, ഉത്തരമില്ല. അതാണ് വിഡംബനം. ഒക്കെ അഭിനയമാണ്. ഭഗവാൻ പിശാചാണോ? ഒരിക്കലും അല്ല. ഇപ്പം ചിലരൊക്കെ പറയാൻ തുടങ്ങി നമ്മുടെ ദൈവങ്ങളൊക്കെ പിശാചാണ്. മഹാബദ്ധം. അല്ല. പിശാച് എന്ന് പറഞ്ഞാൽ വളരെ നികൃഷ്ടമായിട്ടുള്ള ഒരു ജന്മമാണ്. ഭഗവാൻ ദേവൻ എന്ന് പറഞ്ഞാൽ എത്ര ശ്രേഷ്ഠമാണ്. ശിവൻ ദേവനല്ലേ, പിശാചല്ല. അപ്പോൾ ഈ പിശാചിൻ്റെ വേഷം കെട്ടിയത്, വേഷം മാത്രം വേഷം കെട്ടിയ ആളാവൂ? കള്ളൻ്റെ വേഷം കെട്ടിയാൽ നടൻ കള്ളനാവണില്ല, നല്ല നടനാവണം അല്ലേ? എന്താ പറയുക, ഇതൊരു വിഡംബനാണ്, ഒരു അഭിനയം, രസം, അല്ലാണ്ട് താൻ പിശാചല്ല. അഹോ വിഭുംനച്ചരിതം വിഡംബനം. ബ്രഹ്മാദിദേവന്മാരൊക്കെ ഏതൊരു ഭഗവാന്റെ ഇച്ഛയെ അനുസരിക്കുന്നുവോ, ബ്രഹ്മാദയോ യത്കൃത സേതുപാല, സേതു മര്യാദ, മര്യാദ നിശ്ചയിച്ചത് നടത്തുക. യത് കാരണം വിശ്വമിതഞ്ചമായ, ഈ ലോകവും മായയും ഏതൊരാളുടെ കാരണം ഉണ്ടാവണം? സർവേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ സങ്കല്പം കൊണ്ട്. ആജ്ഞാകരി തസ്യ പിശാചര്യ, ഏതൊരു ഭഗവാന്റെ ആജ്ഞയെ നടത്തുന്നവളാണ് മായ. അങ്ങനത്തെ ഭഗവാൻ പിശാചചര്യ കേവലം വിനോദമായിട്ടും അഭിനയമായിട്ടും ഇതാ അനുഷ്ഠിക്കുന്നു എന്ന് മാത്രം. ഇത് സത്യമായിട്ടല്ല, ഭഗവാൻ പിശാചും അല്ല. അത് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. പിശാചായിട്ട് ഭഗവാനെ ഒരിക്കലും കാണരുത്, മഹാപാപമാണ്. മൈത്രേയ ഉവാച സേവന്തം വിദിതേ ഭർത്ര മന്മദോന്മദിതേന്ദ്രിയ ജഗ്രാഗവാസോ ബ്രഹ്മർഷ വൃഷലീപഗതത്രപ. ഇതൊക്കെ ഭർത്താവ് പറഞ്ഞിട്ടും അവൾ സംവിദിതേ അറിയപ്പെട്ടിട്ടും തൻ്റെ ഉദ്യമത്തിൽ നിന്ന് മാറാതെ കശ്യപനാൽ സന്താനോത്പാദനത്തിന് പുറപ്പെട്ടു. മന്മഥം കൊണ്ട് മതിച്ച ഇന്ദ്രിയങ്ങളോട് കൂടിയ അവൾ വളരെ ഒരു വൃഷളി ദാസിയെ പോലെ, താണ ബുദ്ധിയുള്ളവർ അർത്ഥമുള്ളൂ അവിടെ. വൃഷളീ വാഗതത്രഭ, നിർലജ്ജം,
ആ മഹർഷിയുടെ വസ്ത്രങ്ങൾ പിടിച്ചു വലിച്ചു, അയാളെ തെറ്റിലേക്ക് വലിച്ചഴച്ചു. ശൈവം സംവിദിതേ ഭർത്ര മന്മഥോന്മതിതേന്ദ്രിയ ജഗ്രാഹവാസോ ബ്രഹ്മർഷേർ. തനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല, ബ്രഹ്മർഷിയാണ്. തെറ്റിലേക്ക് വലിച്ചഴച്ചതാരാ? ശ്രീഹൃതാശ്രമത്തിൽ ഒരാൾ നന്നായിട്ട് കാര്യമില്ല, രണ്ടാളും നന്നാവണം. വണ്ടി ഒരാൾ ഓടിക്കുമ്പോൾ നേരെ ഓടിച്ച് കാര്യമില്ല, എതിരെ വരുന്നവന് ബോധമില്ലാച്ചാലോ തട്ടിമുട്ടി കുഴപ്പമുണ്ടാവും ഇല്ലേ? അപ്പം അതുപോലെ രണ്ടാളും ധർമ്മം പാലിക്കണം. ഒരാൾ സഹകരിച്ചില്ലെങ്കിൽ ധർമ്മം അനുഷ്ഠിക്കാൻ പ്രയാസമാണ്. വൃഷലീപഗതത്രപ സ വിദിത്വാത ഭാര്യായ തന്നിർബന്ധം നികർമ്മണി നത്വാദിഷ്ടായ രഗതി തയാതോപവിവേശ. നിഷിദ്ധമായിട്ടുള്ള കർമ്മത്തിൽ ഈ പുരുഷബന്ധത്തിൽ ഭാര്യയുടെ നിർബന്ധം നിമിത്തം, ഭാര്യയായ നിർബന്ധനിമിത്തം ഏർപ്പെടേണ്ടി വന്നു. നത്വാദിഷ്ടായ രഹസി തയാതോപവിവേശ. നാരായണത്തിൽ സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടവും, സന്ധ്യയ്ക്ക് ഉത്പാദന പ്രക്രിയയിൽ ഏർപ്പെട്ടത് കാരണം അതിദുഷ്ടന്മാരായിട്ട് 2 മക്കളാണ് ഉണ്ടായത്. ജനിക്കാൻ പോകുന്ന മക്കളുടെ അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ സ്കാൻ ചെയ്യല്ല വേണ്ടത്. ഇന്നിപ്പോൾ അത് കണ്ടുപിടിച്ച് വല്ല കാര്യമുണ്ടോ? 2 ആയാലും നന്നാവുക വേണ്ട. മതം ഏതായാലും മനുഷ്യൻ നന്നാവേണ്ട. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നന്നാവുക വേണ്ട അല്ലേ? നന്നാവേണ്ട ആൺകുട്ടി ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ പണ്ട് അതിനുള്ള ധർമാനുഷ്ഠാനത്തിനാണ് തെച്ചു വെച്ചിരുന്നത്. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക? സന്ധ്യാസമയത്ത് അത്തരം പ്രവൃത്തികൾ ഉണ്ടാവരുത്. ബർത്ത് ബൈ ചോയ്സും ബർത്ത് ബൈ ചാൻസും ഉണ്ടത്രേ. ബർത്ത് ബൈ ചോയ്സ് ആവണം. നമ്മുടെ ഓരോ ജനന പ്രക്രിയ അടക്കം ആലോചിച്ച് ഉറപ്പിച്ചിട്ടേ പാടൂന്നാണ്. സന്ധ്യയ്ക്കും പകലും സ്ത്രീപുരുഷ ബന്ധം നിഷിദ്ധമാണ്. രാത്രി മാത്രമാണ് അതിന് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. അതോ പത്പൃശ്ചസരിലം പ്രാണാനായം യഥാധ്യായം ജാപവിരജം ബ്രഹ്മ ജ്യോതിസനാതനം. ഈ തെറ്റിൽ പരിഹാരമായിട്ട് എന്ത് ചെയ്തു? ഗായത്രിയെ ജപിച്ചു. ഏത് തെറ്റിനും പരിഹാരമാണത്രേ ഗായത്രി. അത് ഇഷ്ടം പോലെ തെറ്റ് ചെയ്യാം, ധാരാളം ഗായത്രി ജപിക്കാമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് തെറ്റിദ്ധാരണ. ഏതാ ഗായത്രി ഉണ്ടല്ലോ, എന്തായപ്പം എന്താ, അങ്ങനെയല്ല. അഥവാ ചില സാഹചര്യങ്ങളിൽ ചില നിഷിദ്ധ കർമ്മങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നാൽ, വിഷ്ണു ഭക്ഷണം കഴിച്ചിട്ട് സന്ധ്യയ്ക്ക് പാടില്ല, കഴിക്കേണ്ടി വന്നാൽ അങ്ങനത്തേക്ക. ഇതിനൊന്നും അപ്പോഴും സാങ്ഷൻ ഇല്ല. സ്ത്രീപുരുഷ ബന്ധത്തിന് നമുക്ക് വേണ്ടാക്കിയാവുന്നതാണ്. ഭക്ഷണം അങ്ങനെയല്ല, ചില സാഹചര്യങ്ങളിൽ. അപ്പം അതിനുശേഷം കുളിച്ച് ഗായത്രി ജപിക്കണം എന്നാണ്. സനാതനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗായത്രിയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ജപിച്ച്, പ്രണവമന്ത്രത്തെ ജപിച്ച് ഇതിന് പരിഹാരം ചെയ്തു. അദ്ദേഹം ധർമ്മത്തെ പേടിയുള്ള ആളാണ്. അതോ പൃശ്ചസലിലം, വെള്ളം തൊട്ട് പ്രാണാനായമ പ്രാണായാമം ചെയ്തിട്ട് ചെയ്ത പാപത്തിൽ നിന്ന് ശുദ്ധി നേടണം, രക്ഷ നേടണം. ധ്യായഞ്ചാപവിരജം ബ്രഹ്മജ്യോതി സനാതനം എന്നെന്നും നിലനിൽക്കുന്നതായിട്ടുള്ള വിശുദ്ധ മന്ത്രങ്ങൾ എന്നാണ് ഗായത്രി തന്നെ. 108 ഗായത്രി ജപിച്ചാൽ ഒരുവിധം പാപങ്ങളൊക്കെ പോവും. തലവേദനയ്ക്ക് ഗുളികയുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു തലവേദന വരുത്തിയിട്ട് ആരെങ്കിലും ഗുളിക കഴിക്കലുണ്ടോ? ശരിയായി ഗുളിക വെറുതെ പൈസയും കൊടുത്ത് മേടിച്ചു, തലവേദന ഉണ്ടാവാൻ എന്താ കഴിഞ്ഞിട്ട് വേണ്ടേ കഴിക്കാൻ? ആരും വിചാരിക്കില്ല. തലവേദന ഇല്ലല്ലോ, നന്നായി ഗുളിക അവിടെ ഇരിക്കട്ടെ, എപ്പോഴെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാമെന്നേ വിചാരിക്കുള്ളൂ. ഇതുപോലെ നമ്മൾ പാപം ഉണ്ടാക്കിയിട്ട് പരിഹാരം ചെയ്യരുത്. ഉണ്ടായാൽ മാത്രമേ പരിഹാരത്തിലേക്ക് പോകാൻ പാടൂ. ദിദിസ്തു പ്രീഡിതാതേന കർമാവത്തേന ഭാരത ഉപസംഗമ വിപ്രർഷ്യർ അധോ മുഖ്യഭ്യഭാഷത. ദിദിക്ക് വളരെ ലജ്ജ തോന്നി. അരുതാത്തത് ചെയ്തു എന്ന തോന്നൽ. ഏത് തെറ്റായ കാര്യം ചെയ്താലും ചെയ്തു കഴിഞ്ഞാൽ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. വ്രീഡിത, ലജ്ജിച്ചു. തേന കർമാവത്തേന ഭാരത ഉപസംഗമ വിപ്രർഷ്യർ, ഭർത്താവായിട്ടുള്ള ബ്രാഹ്മണ ഋഷിയെ സമീപിച്ചിട്ട് പറഞ്ഞു. ഉപസംഗമ്യ, അടുത്ത് വന്നിട്ട് പറഞ്ഞു. ഉപസംഗമ്യ വിപ്രർഷ്യർ, പ്രഷി കശ്യപൻ, കശ്യപൻ്റെ ഭർത്താവായിട്ടുള്ള കശ്യപൻ്റെ അടുത്ത് വന്ന് ഉപസംഗമ്യ അധോമുഖി, തല താഴ്ത്തി പറഞ്ഞു. എന്താ പറഞ്ഞത് എന്ന്
അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ദിദിസ്തു പീഡിത, താൻ ചെയ്ത തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട് കശ്യപനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത് എന്ന് അടുത്ത ശ്ലോകം മുതൽക്ക് പറയുന്നു. 33-ാമത്തെ ശ്ലോകം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.